എയിംലെസ് വാക്കിംഗ്, ലക്ഷ്യമില്ലാത്ത യാത്രകൾ. സ്തോത്രം എന്ന് സ്തോത്രം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എൻ്റെ ഒറിജിനൽ പരിഭാഷയിൽ നിന്ന് എടുത്തു പറയും. അപ്പം അങ്ങനെ ഒരു യാത്ര ആരാ പറയുന്നത്? ദാവീദ്. അഭിഷേകം തലയിൽ വീണതിന് ശേഷം അപ്പോഴാണ് ഒരു ലക്ഷ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടായത്. അതിനു മുമ്പ് അപ്പൻ്റെ ആടുകളെ തീറ്റി കാട്ടിൽ കിടക്കുക, അതിനപ്പുറത്തേക്ക് ഉയർച്ചയൊന്നുമില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്തിക്കാനുള്ളതുള്ളൂ. ആടുകളെ തീറ്റി കാട്ടിൽ കിടക്കുക, വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുക, വീണ്ടും ഉടനെ ആടുകളുടെ ഇടയിലേക്ക് പോവുക, അത്രയും മാത്രമായിരുന്ന മനുഷ്യന് ഒരു പ്രതീക്ഷ കൊടുത്തത് സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഞാനത് പറയുമ്പോൾ എത്ര ദൈവമക്കൾക്കും എത്ര കർത്തൃദാസന്മാർക്കും ഇതിനകത്തിരുന്നുകൊണ്ട് സ്തോത്രം നമുക്ക് പ്രതീക്ഷ തരുന്നത് അപ്പൻ്റെ സ്വത്തല്ല, നമുക്ക് പ്രതീക്ഷ തരുന്നത് സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലുമല്ല, നമുക്ക് പ്രതീക്ഷ തരുന്നത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണമല്ല, നമുക്ക് പ്രതീക്ഷ തരുന്നത് നമ്മുടെ തലയിൽ ദൈവം പകർന്ന ദൈവത്തിൻ്റെ അഭിഷേകമാണ്, നമ്മുടെ അകത്ത് പകർന്ന ആത്മബലമാണ്, ആത്മശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകരക്കാലം ദൈവസ്ഥലം എത്രത്തോളം സ്തോത്രം ചെയ്യും. പ്രതീക്ഷ നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരുത്തന്റെ ഉള്ളിലേക്ക്, ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ അവിടെ മുതൽ കുടുംബക്കാർക്ക് ആർക്കുമില്ലാത്തൊരു പ്രതീക്ഷ തരികയാണ്, ലക്ഷ്യം തരികയാണ്. അവൻ ദാവീദ് രാജാവാകാനുള്ളവനാണെന്നും സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണെന്നും കാട്ടിൽ ഹോമിച്ച് തീരേണ്ടവനല്ലെന്നൊക്കെയുള്ള ബോധ്യം ഈ മനുഷ്യനകത്ത് കിട്ടി. പക്ഷേ ഈ തലയിൽ അഭിഷേകം വീണതിന് ശേഷം വേദപുസ്തകത്തിന്റെ കണക്കനുസരിച്ച് 10-13 വർഷത്തിൽ പരം ലക്ഷ്യമില്ലാത്ത യാത്രകളാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന് അവിടെ എത്തുമെന്നറിയില്ല. എങ്ങോട്ടും കാട്ടിൽ തന്നെ അലഞ്ഞ കാലഘട്ടങ്ങൾ. ആ കാലങ്ങൾക്കകത്ത് അലഞ്ഞു നടക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ എത്ര അന്ന് കിലോമീറ്ററുകൾ എന്ന് പറയാനില്ല. സ്തോത്രം ഈ വനാന്തരത്തിലൂടെ വട്ടം കറങ്ങി നടക്കുകയാണ്. സ്തോത്രം എത്ര കാൽച്ചുവടുകൾ നടന്നു, എത്ര മൈലുകൾ നടന്നു, ഞാൻ ലക്ഷ്യമില്ലാതെ എത്രത്തോളം അലഞ്ഞു എന്നതിന് ദാവീദിന്റെ കയ്യിൽ കണക്കില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അമ്മമാരോട് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ദിവസം അടുക്കളയിലൂടെ, ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലൂടെ എത്ര കാൽച്ചുവടുകൾ, എത്രയായിരം കാലടികൾ ചവിട്ടി എന്ന് ആർക്ക് കണക്കുണ്ട്? സ്തോത്ര ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയുമായി ഒരു ദിവസം സ്തോത്രം മുറ്റത്തേക്ക് ഇറങ്ങി, അകത്തേക്ക് കയറി, അടുക്കളയിൽ കയറി, ബെഡ്റൂമിൽ വന്നു, സിറ്റ് ഔട്ടിൽ വന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെ കണക്ക് ഇന്ന് രാവിലെ, ഇപ്പോൾ ഇന്ത്യയിൽ സമയം 10:45 ഈ രാവിലെ നേരം വെളുത്തതിന് ശേഷം നിങ്ങൾ എത്ര ചുവടുകൾ നടന്നു, നിങ്ങൾ എത്ര സ്തോത്രം മൈലുകൾ നടന്നു, എത്ര മീറ്റർ നടന്നു, എത്ര പ്രാവശ്യം കാൽച്ചുവടുകൾ എടുത്തു വെച്ചു എന്ന് ഒരു കണക്കുമില്ല. പക്ഷേ ദാവീദിന്റെ ഉറപ്പിതാണ്, ലക്ഷ്യമില്ലാതെ കുറച്ച് നാളുകളായി സ്തോത്രം ഞാൻ തലയിൽ അഭിഷേകവുമായിട്ട് അലയാൻ തുടങ്ങിയിട്ട് നാളുകളായി. അതിന്റെ മുഴുവൻ കണക്ക് എനിക്കറിയില്ല, എന്നെ അറിയുന്നവർക്കറിയില്ല. പക്ഷെ എന്റെ ഉറപ്പ് സ്വർഗത്തിലെ ദൈവത്തിനറിയാം, ഞാൻ എത്ര മൈലുകൾ ദൈവം പറഞ്ഞ പ്രതീക്ഷയ്ക്ക് വേണ്ടി നടക്കാൻ തുടങ്ങിയെന്ന്. ദൈവത്തിന്റെ അറിവിൽപ്പെട്ട കാര്യമാണ്. നമുക്കറിയില്ല നീ എത്രത്തോളം ഓടാൻ തുടങ്ങി. ഒരു കാര്യത്തെ, ഒരു ജോലി കിട്ടാൻ വേണ്ടി ദൈവ സാന്നിധ്യത്തിന്റെ മറവിലിരുന്നു കൊണ്ട്, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, സ്തോത്രം ദൈവമേ സമാധാനത്തിന് വേണ്ടി, കടമൊന്നു തീരാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നട്ട് നനച്ച് വളർത്തുന്നത് പോലെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ട് നിന്ന് കൂടെ നിൽക്കുന്നവർക്കറിയില്ല, കൂടപ്പുറപ്പുകൾക്കറിയില്ല, പ്രാർത്ഥിച്ചവർക്കറിയില്ല. ഇവർക്ക് ആർക്കും അറിയില്ലെങ്കിലും ഇന്ന് പകലക്കാലം ഈ വാക്യം വെച്ചോണ്ട് പറയാം, സ്വർഗത്തിലെ ദൈവത്തിനറിയാം നിനക്ക് വേണ്ടി സ്തോത്രം നീ എത്രത്തോളം കരഞ്ഞു, നിലവിളിച്ചു എന്ന്. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് സ്തോത്രം എന്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. സ്തോത്ര ഹല്ലേലൂയ. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കണമേ. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്, ഇതൊക്കെയും നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ ആ വാക്കിന് ഒരു ഗംഭീരമായിരിക്കുന്ന അർത്ഥമുണ്ട്. സ്തോത്രം. ഇപ്പം ഓരോരുത്തരുടെ പ്രായം നിങ്ങൾക്കറിയാലോ. ഈ പ്രായത്തിനിടയിൽ എത്ര പ്രാവശ്യം നമ്മൾ കരഞ്ഞിട്ടുണ്ട്? അങ്ങനൊരു കണക്ക് ഇന്ന് ചോദിച്ചാൽ പറ്റുമോ? സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞിനിപ്പോൾ 2.5 വയസ്സായി കാണും. 2.5 വയസ്സിനുള്ളിൽ നിങ്ങൾ കണ്ണ് പറിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞ് എത്ര പ്രാവശ്യം കരഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയല്ല. ഇനി കരഞ്ഞു എന്നുള്ള കണക്ക് നമ്മൾ എടുത്താൽ പോലും എന്തിനാ കരഞ്ഞത് എന്നതിനെ കുറിച്ച് ആർക്ക് പറയാൻ പറ്റും? സ്തോത്ര ഹല്ലേലൂയ. എന്തിനാ കരഞ്ഞതെന്ന് നമ്മൾ ചിലപ്പോൾ പിള്ളേരോട് ചോദിക്കുന്ന, ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാടാ കരയുന്നത്? കാരണം അപ്പനും അറിയില്ല, മോനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല ഇവൻ എന്തിനാ കരയുന്നതെന്ന്.
അപ്പൊ നമ്മൾ ഈ കരയുന്നത് എന്തിനാന്ന് ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർക്കറിയില്ല. പ്രാവിന്റെ കണ്ണ് പോലെ പലപ്പോഴും തുളുമ്പി ഒഴുകുന്നത് എന്തിനാണെന്ന് വീട്ടിലുള്ളവർക്കറിയില്ല, കൂടെ ജീവിക്കുന്നവർക്ക്, ഒരു മുറിയിൽ കിടക്കുന്നവർക്കറിയില്ല. പക്ഷെ ദാവീദിന്റെ ഉറപ്പ് എന്താണെന്നറിയാമോ? ഞാൻ കരഞ്ഞ കണ്ണുനീരിന്റെ ലിറ്റർ കണക്കല്ല, എൻ്റെ ഓരോ കരച്ചിലും, എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും എന്തിനായിരുന്നു എന്ന് കൃത്യമായി അറിയുക മാത്രമല്ല, അതിന്റെ റെക്കോർഡ് സ്വർഗത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷ നൽകുന്ന ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവേ എൻ്റെ കയ്യിൽ ഇതിനൊന്നും കണക്കില്ല, പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞതിന് കണക്കില്ല, എൻ്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് കരഞ്ഞതിന് കണക്കില്ല, എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി ഞാൻ എത്രത്തോളം കരഞ്ഞെന്ന് കണക്കില്ല, എൻ്റെ നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ കരഞ്ഞതിന് കണക്കില്ല, ഇവിടെ ആരുടെയും കണക്കില്ല, ഞാൻ കൊടുക്കാനുള്ള കാശിന്റെ ഒക്കെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ബാങ്കുകാര് പലിശ അടക്കം എത്ര രൂപ അടയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പുറകിലെ കണ്ണുനീരിന്റെ കണക്ക് സ്വർഗത്തിലെ ദൈവമല്ലാതെ മറ്റാരും സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പാലക്കാട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഇതിനൊക്കെ റെക്കോർഡുണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ പുസ്തകത്തിനകത്തുണ്ട്. ഏതാണ്? നിന്റെ ഉഴൽച്ചയുടെ കംപ്ലീറ്റ് റെക്കോർഡ്. ഹല്ലേലൂയ. ആ വാക്ക് എങ്ങനെയാണ്? ഹാവ് നോട്ട് യു റെക്കോർഡഡ് ദം ഇൻ യുവർ ബുക്ക്. നീ അതൊക്കെ നിന്റെ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിസ് ബുക്കിനകത്ത് ഒരു കമ്മിറ്റിയുടെ A to Z മുഴുവൻ എഴുതുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ വന്ന അന്നു മുതൽ ഇങ്ങോട്ട് നീ നടന്നതും, നീ കരഞ്ഞതും, നീ അലഞ്ഞതും, നീ നെടുവീർപ്പിട്ടതും, ഇത് മുഴുവൻ എണ്ണി എഴുതി വെച്ച ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, എന്നെ അറിയുന്ന ദൈവം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഭംഗിവാക്കല്ല എന്ന് വിശ്വസിക്കുന്നവർ, അവർ ദൈവത്തിന് എത്രത്തോളം നന്ദി പറയാമോ അത്രത്തോളം നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുക. കാരണം നമ്മുടെ ദൈവത്തെ പോലെ നമ്മെ അറിയുന്നൊരു ദൈവമില്ല. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചവിടുകൾ അറിയുന്നു, നമ്മുടെ നെടുവീർപ്പുകൾ അറിയുന്നു, നമ്മുടെ തലയിലെ മുടി എത്രയെന്ന് അറിയുന്നു, അതിലെത്ര താഴെ വീണെന്ന് അറിയുന്നു, എൻ്റെ കണ്ണുനീര് അറിയുന്നു, കണ്ണുനീരിന്റെ അളവറിയുന്നു, കണ്ണുനീരിന്റെ പുറകിലെ വേദന അറിയുന്നു, എൻ്റെ ഉഴൽച്ചകൾ അറിയുന്നു, എൻ്റെ പരാജയങ്ങൾ അറിയുന്നു, ഞാൻ എത്ര പ്രാവശ്യം പല കാര്യങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് തോറ്റു എന്നറിയുന്നു. എൻ്റെ കയ്യിലില്ലാത്ത കണക്ക് പോലും എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആ കണ്ണുനീരിനെ മാത്രം ഇന്ന് പകലിൽ നിങ്ങളുടെ ഗൗരവമേറിയ ചിന്തയ്ക്ക് വേണ്ടി പുറത്തേക്ക് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ പഠനത്തിനകത്ത് കണ്ണുനീരിനെ 5 വകുപ്പുകളായി സ്തോത്രം തിരിക്കാം. ഞാൻ 5 വകുപ്പുകൾ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ബാക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാം. ഈ കണ്ണുനീർ സ്തോത്രം ഇപ്പൊ ഇവിടെ പറഞ്ഞ 56-ാം അധ്യായ സങ്കീർത്തനത്തിലെ കണ്ണുനീര്, ആ കണ്ണുനീര് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോക്ക് ചെയ്യുക, ലാബോറട്ടറിയിൽ കുപ്പിക്കകത്ത് എടുത്തു വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കുന്ന കണ്ണുനീരാണ്. സ്തോത്രം 56:8 അവിടെ പറയുന്ന ആ കണ്ണുനീര് സ്തോത്രം കണക്കുള്ള കണ്ണുനീരാണ്, അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കണ്ണുനീരാണ്. ആ കണ്ണുനീരിന്റെ പുറകിൽ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എന്തിനാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ ആരും അറിയാതെ തുളുമ്പി ഒഴുകിയ കണ്ണുനീരിന്റെ പുറകിലെ വിഷയം സ്വർഗത്തിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വാക്ക് സ്തോത്രം, ദൈവം എഴുതി വെക്കുന്ന കണ്ണുനീര്. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. 5 തരം കണ്ണുനീരിനെ ഞാൻ വേദപുസ്തകത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതേ കാര്യം തന്നെ 21:4 പറയുന്നുണ്ട്. 7:17 പറയുന്നു. വേദപുസ്തകം പറയുന്ന കണ്ണുനീരിന്റെ 2ാമത്തെ സ്റ്റാറ്റസ്. 56-ാം സങ്കീർത്തനത്തിൽ കണ്ണുനീര് കളയുകയല്ല, സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുക. അതിന്റെ പുറകിലെ സകല കാര്യങ്ങളും, നിങ്ങളുടെ കണ്ണുനീര് 3 നേരത്തെ കണ്ണുനീര് കൊണ്ടുപോയി ലാബോറട്ടറി കൊടുത്താൽ ഈ കണ്ണുനീര് എന്തിന്റെ കണ്ണീരാന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. 7:17 അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണുനീര് സ്റ്റോർ ചെയ്യുന്നില്ല, സൂക്ഷിച്ചു വെക്കുന്നില്ല, ആ കണ്ണുനീര് തുടച്ച് കളയുകയാണ്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. ചില വിഷയങ്ങൾ തീർന്നാൽ,
ചില വിഷയങ്ങൾ അവസാനിച്ചാൽ, ചില വിഷയങ്ങൾ ക്ലോസ് ചെയ്താൽ പിന്നെ ആ ഫയല് സൂക്ഷിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ചില വിഷയങ്ങൾ അവസാനിപ്പിച്ചാൽ പിന്നെ അത് സൂക്ഷിച്ചു വെക്കണ്ട, അത് തുടച്ചു കളഞ്ഞാൽ മതി. ഇന്ന് പകല് ചിലരോട് പറയാം, കുറെ നാളുകളായി കർത്താവിന്റെ സ്ഥലത്ത് കരയുന്ന കണ്ണുനീര് ഈ വർഷം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം തുടച്ചാൽ പിന്നെ ആ വിഷയം ഉണ്ടാകില്ല. അത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. ആ കണ്ണുനീര് തുടച്ചു കളയുകയാണ്. ആ കണ്ണുനീര് പിന്നെ ആർക്കും കാണാൻ കൊടുക്കുകയല്ല. ആ കണ്ണുനീര് കണക്കെഴുതി വെക്കുകയല്ല. ആ കണ്ണുനീര് കുപ്പിയിലെടുത്ത് വെക്കുകയല്ല. ആ കണ്ണുനീര് തുടച്ചു കളഞ്ഞു. രണ്ടാമത്തത്, ആവശ്യമില്ലാത്തത്, വേണ്ടാത്തത്, ഇനി അത് സൂക്ഷിച്ചു വെക്കേണ്ടാത്തത്, ഇനി കണക്ക് പറയേണ്ടാത്തത്, ഇനി ഉണ്ടാകാൻ പാടില്ലാത്തത്, അതുകൊണ്ട് കർത്താവ് തൻ്റെ കൈ കൊണ്ട് ആ കണ്ണീര് തുടച്ചു കളഞ്ഞു. മൂന്നാമത്തത്, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാല് നനച്ചു തുടങ്ങി. മൂന്നാമത്തെ തരം കണ്ണുനീർ. സ്തോത്രം, ഹല്ലേലൂയ. ഈ കണ്ണീരിനും കണക്കില്ല. ഈ കണ്ണീരും സ്തോത്രം വെറുതെ തുടച്ചു കളയുകയല്ല. മൂന്നാമത്, ഒരു ഭക്തന്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് കഴുകുകയാണ്. സ്തോത്രം. ഇത് ആരാധനയാണ്. ഇത് നന്ദി പ്രകടനമാണ്. ഇത് സ്തോത്രം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നതാണ്. കണ്ണുനീര് കൊണ്ട് വേറെ എന്തിനേക്കാൾ വലുതാണ് ഇത്. സ്തോത്രം. അന്ന് അക്ഷരികമായി കർത്താവ് ഒരു പരീശന്റെ വീട്ടിൽ ആഹാരത്തിനിരിക്കുമ്പോൾ ആ പട്ടണത്തിലെ ഏറ്റവും പാപിനിയായ സ്ത്രീ ക്ഷണിക്കപ്പെടാത്തവളായി വന്നു. കർത്താവിന്റെ പുറകിൽ വന്ന് നിന്നിട്ട് അവളുടെ കണ്ണുനീര് കൊണ്ട് കാല് കഴുകുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് സ്തോത്രം ഈ സ്ഥാനത്ത് വരാൻ, അങ്ങയുടെ അടുക്കലെത്താൻ, അങ്ങയുടെ സന്നിധിയിൽ വരാൻ യാതൊരു അർഹതയില്ലാത്ത എൻ്റെ പാപം, എൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ അത് മുഴുവൻ ആ ഒരു നിലവാരത്തിൽ കിടക്കുമ്പോൾ എന്നെ ഇതിനകത്തങ്ങടെ കാൽക്കൽ എത്തിച്ചത് കൃപയാണെന്നോർത്ത് ആ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകരക്കാലം ഞാനത് വിശദീകരിക്കുമ്പോൾ, കർത്താവേ, കണക്ക് പറയാൻ വേണ്ടി മാത്രം 4 തുള്ളി കണ്ണീരല്ല, മറിച്ച് കാലുകൊണ്ട് കർത്താവിന്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് കഴുകുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകരക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുനീര് കണക്ക് പറയാൻ മാത്രമുള്ളതല്ല. നമ്മുടെ കണ്ണുനീര് സ്തോത്രം, ഹല്ലേലൂയ, കരഞ്ഞ് നമ്മുടെ കണക്കെഴുതി വെക്കാൻ മാത്രമുള്ളതല്ല. കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് കഴുകുകയാണ്. കാല് കഴുകിയ കണ്ണുനീര്. സ്തോത്രം. അത് ആരാധനയെ, ദൈവത്തോടുള്ള നന്ദിയെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നതിന് തക്കവണ്ണം അതിന് കണക്കില്ല. എത്ര ലിറ്ററാന്ന്, എത്ര തുള്ളിയാന്നറിയില്ല. വേദപുസ്തകത്തിലൊരു വാക്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അധികം ഇളച്ചു കിട്ടിയവർ അധികം അവനെ സ്നേഹിക്കും. അപ്പൊ അധികം കാല് കഴുകുന്നത് ആരാന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ മുമ്പോട്ട് നോക്കി, കുഞ്ഞിന് സ്തോത്ര കല്യാണം നടന്നില്ല, ചായന്റെ കള്ളുകുടിയാണ്, കടം കിടക്കുന്നു, അതോർത്ത് കരയല്ല. പുറകോട്ട് നോക്കി, കർത്താവേ, ഞാൻ ഇവിടെ വരാൻ എത്താൻ സാധ്യതയുള്ളവളല്ല, എന്റെ ദൈവത്തിന്റെ വചനം എന്താന്ന് എനിക്കറിയില്ലായിരുന്നു, എന്റെ കർത്താവെ, വിശുദ്ധന്മാരുടെ ഇടയിൽ എനിക്ക് സ്ഥാനമില്ലായിരുന്നു, ശുശ്രൂഷകന്മാരുടെ നിരയിൽ എനിക്ക് നിൽക്കാൻ അർഹതയില്ലായിരുന്നു, ദൈവം ആരാന്ന് അറിയില്ലായിരുന്നു, മനസ്സ് തകർന്നവളായിരുന്നു, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചവളായിരുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തോടെങ്ങനെ നന്ദി പറയാതിരിക്കുമെന്നോർത്ത് കണ്ണുനീര് കൊണ്ട് കാല് കഴുകാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർ ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുനീരിന് കണക്കില്ല, അളവില്ല. അത് നമ്മുടെ ദൈവത്തെങ്കിലുള്ള ആരാധനയാണത്. മൂന്നാമത്തത്, കണ്ണുനീര് കൊണ്ട് കാല് കഴുകുന്ന ആ കണ്ണുനീര്. നാലാമത്തത്, 80-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 4-ാമത്തെ തരം കണ്ണുനീര്. 80-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് 80-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 80-ന്റെ 5, നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആസാഫിന്റെ സങ്കീർത്തനത്തിനകത്ത് പറയപ്പെടുന്ന ഈ വാക്യം, ഒരു കൂട്ടം ആളുകൾ ജീവിതത്തിന്റെ പ്രത്യേക കഠിന ശോധന വേളയിൽ ഏത് മനുഷ്യനും കടന്നു പോകുമ്പോൾ ചിലപ്പോൾ പരിശോധനയുടെ, പരീക്ഷയുടെ തീവ്രമായിരിക്കുന്ന നൊമ്പരത്തിൻ്റെ ഒരു കാലഘട്ടത്തെ കുറിക്കാൻ വേണ്ടി വേദപുസ്തകത്തിന്റെ എഴുത്തുകാരന് കിട്ടിയ പ്രകാശനത്തിന്റെ അക്ഷരങ്ങളാണ് ഈ വാക്യമായി വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് ദീർഘിപ്പിക്കാതെ പറയാം. ജീവിതത്തിന്റെ ചില പ്രത്യേക കാലം
കണ്ണുനീരിന്റെ അപ്പം തിന്നേണ്ടി വരും, കണ്ണുനീർ തുള്ളികൾ കുടിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇത് ദൈവം കൊടുത്തിരിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നു. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നു. നാലാമത്തത് കുടിക്കേണ്ട കണ്ണുനീര്. സ്വോത്രം. അപ്പം തിന്നുന്നത് പോലെ തിന്നേണ്ട കണ്ണുനീര്. ആഹാരം വിളമ്പി വെക്കുമ്പോൾ, ചിലരെ ഓർക്കുമ്പോൾ, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ, നഷ്ടങ്ങൾ ഓർക്കുമ്പോൾ കണ്ണുനീര്. സ്വോത്ര. ഹല്ലേലൂയ. ഉള്ളിൽ പുറത്തേക്ക് കളയുകയല്ല, തുടച്ചു കളയുകയല്ല, തുരുത്തിയിലാക്കി വെക്കുകയല്ല, കാൽക്കൽ ഒഴുക്കിയല്ല, ആ കണ്ണുനീര് അകത്തേക്ക് പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഉള്ളിൽ കണ്ണുനീർ ഒതുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അകത്ത് കണ്ണുനീർ ഒതുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു ദൂത് ഞാൻ പറയാം. എന്നും കണ്ണീരിന്റെ അപ്പമായിരിക്കില്ല, എന്നും കണ്ണീരിന്റെ പാനപാത്രമായിരിക്കില്ല. അതിനൊരു ചുരുങ്ങിയ കാലയളവ് കാണും. അത് കഴിയുമ്പോൾ ദൈവം നിന്റെ ആഹാരം, ഇന്ന് കണ്ണുനീരാണെങ്കിൽ നിന്റെ മെനു ദൈവം മാറ്റും. ഇന്നൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ, ഞാൻ കുറച്ചു നാളായി കണ്ണുനീരിന്റെ അപ്പമാണ് തിന്നുന്നത്, കണ്ണുനീരിന്റെ സ്വോത്രം വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷേ സ്വോത്രം, ആ ഒരു നിലവാരത്തിൽ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും കണ്ണുനീര് തിന്നും കുടിച്ചും ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസിക്ക്. എല്ലാ കാലത്തും അതായിരിക്കത്തില്ല. ഞാനൊരു പ്രവചന ധ്വനിയിൽ യേശുവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആരൊക്കെയോ ഇന്ന് പകൽക്കാലം ആരെയൊക്കെ ഓർത്ത് കുറെ നാളുകളായി കണ്ണുനീര് കുടിച്ചും തിന്നും ജീവിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ അപ്പത്തുരുത്തി മാറട്ടെ. ആ കണ്ണുനീര് നിനക്ക് കുടിക്കാൻ ആരോ വെച്ചിരിക്കുന്ന ആ പാത്രം ഇന്ന് പകൽക്കാലം ദൈവം എടുത്തു കളയട്ടെ. കണ്ണുനീരിന്റെ തുരുത്തിയെ സ്വർഗം മാറ്റട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തത് കണ്ണുനീരിന്റെ അപ്പം, കണ്ണുനീരിന്റെ ഹല്ലേലൂയ പാനം. സ്തോത്രം. അത് ഇന്ന് പകൽക്കാലം തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ഞാൻ അഞ്ചാമത്തെ കാര്യം പറയുന്നതിനേക്കാൾ മുമ്പ് ആത്മശക്തിയോടെ ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറ, കർത്താവേ ഇതെന്റെ കുഞ്ഞിന് ഫലിക്കണം. കുറച്ചു നാളായി കണ്ണുനീരിന്റെ അപ്പവും കണ്ണുനീരിന്റെ പാനവും സഹിച്ചു നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരാണോ ആ സ്ഥിതിയെ ദൈവം മാറ്റും. അഞ്ചാമത്തത് കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് കർത്തൃദാസന്മാരെ ക്ഷണിക്കാം. 84-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാകുന്നു. ഈ കണ്ണുനീര്, അഞ്ചാമത്തെ കണ്ണുനീർ, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത്. മീൻസ് സ്തോത്രം, കണ്ണുനീരിന്റെ ഭയങ്കരമായിരിക്കുന്ന താഴ്വര അതിലൂടെ കടക്കുമ്പോൾ ഈ കണ്ണുനീരിനെ സ്തോത്രം ജലാശയമാക്കി തീർക്കുകയാണ്. കണ്ണുനീരിലേക്കാണ് ഇറങ്ങിയത്. പക്ഷെ അതിൽ നിന്ന് ആ താഴ്വരയെന്ന് കേറിയപ്പോൾ എഴുതിയത് കണ്ണുനീർ താഴ്വരയിലേക്കാണ് ഇറങ്ങിയത്. പക്ഷെ എന്റെ ദൈവമായ കർത്താവ് എന്നെ തിരിച്ചു കയറ്റിയത് കണ്ണുനീരിന്റെ കുഴിയിൽ നിന്നല്ല. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയേ: ജലാശയമാക്കി തീർക്കുന്നു. ഒരു തടാകം പോലെ, ഒരു സ്വിമ്മിംഗ് പൂള് പോലെ അതിനകത്തേക്ക് മഴ കൂടി പെയ്തപ്പോൾ കണ്ണുനീരില്ലാതെയായി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മറ്റൊരാളുടെ മുമ്പിൽ ഇനി കരയേണ്ടി വരാതെ വണ്ണം, ഇന്നലെ വരെ നിന്റെ കണ്ണുനീര് എല്ലാരും കണ്ടതാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ, നീ കരഞ്ഞോണ്ട് റോട്ടിലൂടെ നനഞ്ഞ് നടക്കുന്നത് മനസ്സിൽ കണ്ടേ. സ്തോത്രം. നനഞ്ഞു നടക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞ് മുഖം മുഴുവൻ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരിക്കുക. നീ മുറ്റത്തേക്ക് ഇറങ്ങിയ വഴി കൊട പിടിക്കാതെ നിൽക്കുമ്പോൾ പെരുമഴ പെയ്യുന്നു. മഴ പെയ്ത് തല മുതൽ പാദം വരെ നനയുന്നു. സ്തോത്ര. ഹല്ലേലൂയ. മുൻമഴ എന്നല്ല എഴുതിയിരിക്കുന്നത്. നീ കരഞ്ഞോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ, നീ കരഞ്ഞോണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആകാശം തുറന്ന് മഴ അയച്ചു. ആ മഴയ്ക്കകത്ത് നിന്റെ കണ്ണുനീര് അലിഞ്ഞു മാറി. ആ കണ്ണുനീര് ജലാശയമായി മാറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും ദൈവാത്മാവിൽ പറയുന്നു, നീ കരഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിഷയം, നിന്റെ ജന്മഗ്രഹത്തിൽ നിന്ന്, നീ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന്, നീ കണ്ണുനീരോടെ വാർത്തെടുത്ത് നിന്റെ ആത്മീക സ്ഥാപനത്തിൽ നിന്ന് കരഞ്ഞോണ്ട് നിന്നെ ഇറക്കി വിട്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കണ്ണുനീരിനോട് കൂടെ കണ്ണുനീര് കൂട്ടുകയല്ല. നീ ഇറങ്ങി വന്നപ്പോൾ മറ്റൊരുത്തൻ കാണാതെ നിന്റെ തലയ്ക്ക് മീതെ മഴ പെയ്യിപ്പിച്ചു. ആ മഴയ്ക്കകത്ത് നിന്റെ കണ്ണുനീര് അലിഞ്ഞു മാറി. ഇനി കണ്ണുനീരില്ല. മുൻമഴയാൽ കണ്ണുനീരിന്റെ നദി ഉണ്ടായി, നല്ല വലിയ ജലാശയമുണ്ടായി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കണ്ണുനീരിനെ ഒരു മഴയ്ക്കകത്ത് കുതിർത്തി കളഞ്ഞു.
ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കരഞ്ഞ് കലങ്ങി നിങ്ങൾ അടുത്ത ഡെസ്റ്റിനിയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ ചോദിച്ചേനെ, മഴ പെയ്തില്ലായിരുന്നെങ്കിൽ അമ്മാമ്മ എന്താ കരയുന്നേന്ന്. സ്തോത്രം, ഹല്ലേലൂയ. മഴ പെയ്തത് കൊണ്ട് ചോദ്യം മാറ്റി. ചോദ്യം എന്നാന്നറിയാമോ? അയ്യോ, എന്നാ നനഞ്ഞു വന്നേന്ന്. കണ്ണീര് അവര് കണ്ടില്ല. കാരണം മഴയ്ക്കകത്ത് നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തെ ദൈവം അലിയിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആത്മാവിൽ പറഞ്ഞു നിർത്താം, സ്വർഗം നിന്റെ കൂടാരത്തിന് മുകളിൽ മുൻമഴ പെയ്യിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ വിഷയത്തിന്റെ മീതെ മഴ പെയ്യിപ്പിക്കാൻ പോകുകയാണ്. ഇനി ആ കണ്ണുനീര്, ഹല്ലേലൂയ, ആര് നോക്കിയാലും കാണിയല്ല, ആ കണ്ണുനീരിനെ മഴയ്ക്കകത്ത് മുക്കിക്കളയാൻ പോകുകയാണ് ദൈവം. ഹല്ലേലൂയ. മുൻമഴയെ അയച്ച് കണ്ണുനീരിനെ ജല തടാകമാക്കി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെ ആ വിഷയം തീർന്നു. 5 തരം കണ്ണുനീർ ഈ വേദപുസ്തകത്തിനകത്ത് നമ്മൾ കണ്ടു. 1, തുരുത്തിയിലാക്കി വെക്കുന്നത്. 2, സ്തോത്രം, ഹല്ലേലൂയ, തുടച്ചു കളയുന്നത്. 3, സ്തോത്രം, ഹല്ലേലൂയ, കാൽക്കൽ, സ്തോത്രം, ആരാധനയ്ക്കായി ഒഴുക്കുന്നത്. 4, ചില കാലഘട്ടത്തിൽ അകത്ത് ആഹാരമായി കണ്ണുനീരിന്റെ അപ്പവും കണ്ണുനീരിന്റെ ജലധാരയുമായി ഒഴുകുന്നത്. 5, മഴയാൽ കണ്ണുനീരിനെ ക്യാൻസൽ ചെയ്യുന്നത്. ഇന്ന് പകലിൽ ഞാനത് പറഞ്ഞു നിർത്തുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണമെന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറ. കർത്താവേ, ആയുസ്സിൽ ഒരിക്കലും കണ്ണീരില്ലാത്തവനായി ജീവിക്കണമെന്ന് അതൊരു അതിമോഹമാണ്, അതിലേക്ക് പോകരുത്. പക്ഷെ കണ്ണീര് വേണം. പക്ഷെ അതേതിനു വേണ്ടി മാറ്റണമെന്ന് തീരുമാനിക്കണം. കർത്താവേ, ഇനി എൻ്റെ കണ്ണുനീര്, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര് അകത്താഹാരമായി മാറാനുള്ളതല്ല. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര് ആരാധനയായി മാറണം. സ്തോത്രം, ഹല്ലേലൂയ. ഇനി എൻ്റെ കണ്ണുനീര്, എൻ്റെ കർത്താവേ, അത് മറ്റൊരുത്തൻ തുടക്കരുത്. സ്വർഗത്തിലെ ദൈവം ചില വിഷയത്തിന്റെ പുറകിലെ കണ്ണുനീർ ദൈവം ഇന്ന് തുടച്ചിട്ട് എന്നെ ഇറക്കി വിടാവൂ. ഞാൻ കരഞ്ഞു നടക്കുന്ന വിഷയത്തിന്റെ മീതെ ദൈവം ഒരു പെരുമഴ പെയ്യിക്കണം. ആ കണ്ണുനീര് ആ മഴയ്ക്കകത്ത് അലിഞ്ഞു തീരണം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നിർബന്ധിക്കുന്നു. 10-20 സെക്കൻഡ് കണ്ണടച്ചിട്ട് ദൈവത്തോട് പറ, കണക്കെഴുതിയ ഒരുപാട് കണ്ണുനീർ എൻ്റെ പുറകിലുണ്ട്. കരഞ്ഞ തെരുവിലൂടെ നടന്ന, കരഞ്ഞ വണ്ടി ഓടിച്ച ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ ആ കണ്ണുനീരാരും കാണാതിരിക്കാൻ കർത്താവ് ഇറങ്ങി വന്ന് തുടച്ചില്ല. എല്ലാ കണ്ണീരും തുടക്കുകയല്ല. ആ കണ്ണീരിന്റെ മീതെ, നിന്റെ തലയ്ക്ക് മീതെ മഴ പെയ്യിപ്പിച്ചു. ലോകത്തിൽ ഒരു മനുഷ്യൻ അറിഞ്ഞില്ല നീ കരഞ്ഞെന്നോ കരഞ്ഞത് എന്തിനാണെന്നോ. ദൈവം പെട്ടെന്ന് മുൻമഴയാൽ അതിനെ കുതിർത്തിക്കളഞ്ഞു. ഒരു ജലാശയത്തിൽ മുങ്ങിക്കേറിയവനെ പോലെ, നീന്തി തുടിച്ച് കയറി വന്നവനെ പോലെ അങ്ങനെ ദൈവം നിന്നെ മാറ്റി. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, കണ്ണുനീര് ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്നത്, സ്തോത്രം, ഞങ്ങൾ ഇന്ന് ഈ വാക്യങ്ങളോട് തിരിച്ചറിയുന്നു. കണ്ണുനീരുള്ളതൊരു ഭാഗ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കരയാൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഡിപ്പോസിറ്റായി അങ്ങയുടെ തുരുത്തിയിലെ കണ്ണുനീര്, ഇതെല്ലാം ഒരു ഭാഗ്യമാണ് കർത്താവേ. എന്നാൽ എല്ലാ കണ്ണുനീരും സ്വർഗത്തിൽ എടുക്കുകയില്ല എന്ന് ഞങ്ങൾ കണ്ടു. ചിലതെല്ലാം ഭൂമിയിൽ വെച്ച് തീരണം. അത് കർത്താവ് തുടച്ചു കളഞ്ഞും മുൻമഴയാൽ അതിനെ കുതിർത്തിക്കളഞ്ഞും അങ്ങയുടെ കാൽക്കൽ ആനന്ദ കണ്ണുനീരായി ഒഴുക്കിയും സ്വർഗത്തിലെ ദൈവം അതിനൊരു അവസാനം കുറിക്കുമെന്നുള്ള ധ്വനി ഈ ദൂതിനകത്തുള്ളതിനായി സ്തോത്രം. ഞാനത് പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തുന്നു. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടണം. എല്ലാവർക്കും അനുഗ്രഹമാകണം. ഇന്ന് ചിലരുടെ കണ്ണുനീര് മഴയാൽ അവസാനിക്കണം. ഒരനുഗ്രഹ മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.